കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം അറിഞ്ഞത്. പക്ഷേ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന, താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആ സംഘടന എന്താണ്, അവരുടെ പ്രസക്തി എന്താണ്? നിങ്ങള് ഈ ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ളതിന് പ്രസക്തി. ഞങ്ങളുടെ അമ്മയിലുള്ള 506 മെമ്പേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 99% പേരോടും ഞങ്ങൾ ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പം ആരും അറിഞ്ഞു. നിങ്ങൾക്ക് അല്ല, നിങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. അല്ല, അത് കേൾക്കൂ, അത് കേൾക്കൂ, നിങ്ങളത് കേൾക്കൂ. അല്ലല്ല, അങ്ങനെ സംസാരിക്കരുത്. അല്ലല്ല, ഇത് കേൾക്കൂ. ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, നിങ്ങളിത് കേൾക്കൂ. ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, സിനിമ ഒന്ന് പറഞ്ഞു, സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി, സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിൻ വിഷയമാണ് അവര് വിളിക്കുന്നവരെ ഇന്റർവ്യൂ. അമ്മയുടെ പ്രസക്തി എന്താണ്? അമ്മയുടെ അംഗങ്ങൾക്കറിയാം. അമ്മയുടെ അംഗങ്ങളോട് ആ പരാതിയെ പരിഹരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. നാട്ടിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അമ്മ എന്ന സംഘടന മുതൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അമ്മ. ആ അമ്മ അമ്മയിലെ അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ ഇതൊരു വിഷയം അവിടെയല്ല. അമ്മയില് അംഗങ്ങളായവർ പരാതിപ്പെട്ടാലേ നമ്മൾ അറിയുള്ളൂ. ആരും പറഞ്ഞിട്ടില്ല. നേരത്തെ അംഗങ്ങളുടെ പവർ ഗ്രൂപ്പ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നടക്കില്ലെന്നല്ലോ സുഹൃത്തെ. ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. തന്ന പരാതികൾ പലതും പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഒരൊറ്റ പരാതി അത് അബദ്ധം പറ്റിയതായി. അതെന്താ എങ്ങനെ